ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത വിഷയം നിങ്ങളുടെ സ്വപ്നങ്ങൾ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു വിഷയം എനിക്ക് തന്നെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താലും മതിയാവാത്തൊരു വിഷയമാണ്. ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇങ്ങനെ സ്വപ്നങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ പേഴ്സണലി ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരാളാണ്. അതായത് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം, ഇങ്ങനെ ചെയ്താൽ എന്താ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ള സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എനിക്കുള്ള ആയുധം എന്ന് പറയുന്നത്, ഒന്ന് പ്രാർത്ഥന, രണ്ട് എൻ്റെ വിശ്വാസം, എന്ത് കാര്യത്തിലുമുള്ളൊരു വിശ്വാസം, മൂന്ന് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നമുക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ പുതിയൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പഴയ എല്ലാ കാര്യങ്ങളും, ഇതുവരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം പോട്ടെ എന്ന് വിചാരിക്കണം. ഇത് നമ്മുടെ ലൈഫാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ കാണുന്ന എല്ലാ സ്വപ്നങ്ങളും ഒന്നും നമുക്ക് ആദ്യം നേടിയെടുക്കാൻ കഴിഞ്ഞെന്നും വരില്ല. പക്ഷേ നമ്മൾ പുതിയൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. എന്തെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് മറ്റുള്ളവർ എന്ത് കരുതും എന്നുള്ള ആ ഒരു ചിന്ത മാറ്റി വയ്ക്കുക. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള 5 പോയിന്റ്സാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നന്ദിയുള്ളവരാകുക. ആരോടെന്ന് വെച്ചാൽ നമുക്ക് വന്നു ചേരുന്ന ദുഃഖങ്ങളോടും പ്രയാസങ്ങളോടും നമുക്ക് നന്ദിയുള്ളവരാകാം. എങ്ങനെയാണ് ജീവിതത്തിൽ വന്നു ചേരുന്ന ദുഃഖങ്ങളോടും പ്രയാസങ്ങളോടും നന്ദിയുള്ളവരാകുക? നമ്മുടെ ലൈഫിലൊരു പ്രശ്നം, ഒരു വിഷമമൊക്കെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കരഞ്ഞു തീർക്കാതെ, കരഞ്ഞിരിക്കാതെ അതിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഞാനിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രശ്നം ഇനി അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അനലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഓരോ സ്റ്റെപ്പും മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് കരഞ്ഞിരിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. സന്തോഷം കൊണ്ട് ജീവിതത്തിൽ ആരും ഇതുവരെ ഒരു പാഠവും പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ പരാജയവും ദുഃഖവും ഒക്കെ അനുഭവിച്ച ആൾക്കാർ മാത്രമേ ഇതുവരെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ളൂ. നമ്മുടെ മനസ്സ് സ്ട്രെസ്സൊന്നും ഇല്ലാതെ നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയൂ. നമ്മുടെ മനസ്സിന് ഒരുപാട് പിരിമുറുക്കമുണ്ടെങ്കിൽ, ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ അലട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പുതിയൊരു കാര്യം തുടങ്ങാനുള്ള ആ ഒരു സന്തോഷം കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ലിസ്റ്റ് ചെയ്യുക. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം അതിന് ഉള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുക. നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിനുള്ള സൊല്യൂഷൻ കിട്ടും. ചില കാര്യങ്ങൾ നമ്മുടെ മടി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ നീട്ടി വെച്ചത് കൊണ്ടൊക്കെ നടക്കാത്ത കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം നമുക്ക് കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇനി അങ്ങനെയല്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തന്നെ ആലോചിച്ച് ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റുന്ന ഒരു ഭാഗത്ത് എഴുതി വയ്ക്കുക. ഇങ്ങനൊരു അവസ്ഥയിൽ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന്. അതായത് ചില പ്രശ്നങ്ങൾ മറ്റുള്ളവർ പരിഹരിച്ചാൽ പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും മറ്റുള്ളവരുടെ കയ്യിൽ നമ്മുടെ കാര്യം എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തണം. അതിനുള്ളൊരു എക്സാമ്പിൾ പറയാം. അതായത് കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരുടെ സഹായം കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഇനി അങ്ങോട്ടേക്ക്, ഇപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷേ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ അതിപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്ത് കാര്യം കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് അതിനൊരിക്കലും നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തുക. ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം പ്രാർത്ഥന. നമ്മൾ എല്ലാ കാര്യവും പ്രാർത്ഥനയോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. രണ്ടാമത്തെ പോയിന്റ് സന്തോഷം, എനർജി, എക്സൈറ്റ്മെൻറ്റ്. ലൈഫിനോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നിപ്പിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളെ ഡൗൺ ആക്കുന്ന, മൂഡിയാക്കുന്ന, നമ്മളുടെ നെഗറ്റീവ്സ് എടുത്തു പറയുന്ന ആൾക്കാരോടൊക്കെ കുറച്ച് അകലം പാലിക്കുക. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുടെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്കും കൂടി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ വെറുതെ ഉള്ള ഒരു പകൽക്കിനാവാക്കി മാറ്റാതെ ഒരു ക്ലാരിറ്റി വരുത്തുക. അതായത് നമുക്ക് തോന്നുന്ന ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമ്മളൊന്ന് എഴുതി വെക്കുക. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാൻ പറയുന്നതെന്ന് അറിയാമോ? അതായത് നമ്മളിങ്ങനെ ഓരോ കാര്യവും എഴുതി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നത് ക്ലിയർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ തളം കെട്ടി കിടക്കുന്ന കാര്യങ്ങൾ നമ്മളൊരു ബുക്കിലേക്കൊക്കെ എഴുതുമ്പോൾ
നമുക്ക് വേറൊരാളുടെ ആവശ്യമില്ല. നമ്മളത് മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവരെ ഏത് രീതിക്ക് അത് എടുക്കും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളൊരു ബുക്കിലേക്കൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ക്ലിയർ ആവും. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു കൂളായി കിടക്കും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളൊരു പേപ്പറിൽ അതൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ച ശേഷം ഒരു 2 പ്രാവശ്യം വായിച്ച് നോക്കുക. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഇനി ചിന്തിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? അപ്പോൾ നമുക്കൊരു പേപ്പറിൽ എഴുതുന്നത് അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് കിട്ടാൻ പോകുന്ന ആശ്വാസം വളരെ വലുതാണ്. 4ാമത്തെ പോയിന്റ് പ്രയോറിറ്റി. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്ലാൻസ്, ആഗ്രഹങ്ങളൊക്കെ ഒരു പേപ്പറിൽ എഴുതിയല്ലോ. ആ പേപ്പറിൽ എഴുതിയതിന് ശേഷം അതിലൊരു 3 കാര്യം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹമുള്ള ഒരു 3 കാര്യം ലിസ്റ്റ് ചെയ്യുക. ആ 3ൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് മാത്രം സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മറ്റൊരാളോടും ഡിസ്കസ് ചെയ്യാതെ ഒരു സീക്രട്ട് മിഷൻ പോലെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ കൊണ്ട് നടക്കുക. അതായത് ഇങ്ങനൊരു കാര്യം എനിക്ക് ചെയ്ത് തീർക്കണം എന്നുള്ളത് മറ്റൊരാളോട് പങ്കുവയ്ക്കാതിരിക്കുക. പകരം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പേപ്പറിലേക്ക് മാത്രം എഴുതുക. ഇനി 5ാമത്തെ പോയിന്റ് 1 വീക്ക് ചലഞ്ച്. നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രയോറിറ്റി കൊടുത്ത ആഗ്രഹങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് 1 വീക്ക് മാറ്റിവെക്കുക. അത് കുട്ടികളുടെ പഠനം, ഹസ്ബൻഡിനോടുള്ള സമീപനം, ഹെൽത്ത്, ഫിറ്റ്നസ്, സൗന്ദര്യ സംരക്ഷണം, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആവാം. കുടുംബ പ്രശ്നം പരിഹരിക്കലോ അല്ലെങ്കിൽ പുതിയ ജോലി, പുതിയ ഹാബിറ്റ്സ്, അങ്ങനെ എന്തോ. ഇനി അങ്ങോട്ട് 7 ദിവസം, അതായത് ഇനി അങ്ങോട്ടുള്ള അടുത്ത 7 ദിവസം 24 അവേഴ്സ് ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഓർമ്മ വേണം. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ കൈത്തണ്ടയിൽ ആൾക്കാരൊന്നും ശ്രദ്ധിക്കാത്ത വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു സ്റ്റാറോ, ഒരു ഫ്ലവറോ, ഒരു മൂണോ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ഡോട്ടോ എങ്കിലും നമ്മുടെ കൈത്തണ്ടയിൽ മാർക്ക് ചെയ്യാം. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിനൊരു ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മാർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ മാർക്ക് കാണുമ്പോഴൊക്കെയും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചിട്ട് ഒരു ഓർമ്മ വരും. അതായത് നമ്മൾ അടുത്ത 7 ദിവസം ചിന്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്ത 7 ദിവസം നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് എല്ലാ സമയത്തും ഓർമ്മയുണ്ടാവും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് തന്നെ 24 അവേഴ്സും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും. അതിപ്പോൾ മോശം കാര്യമാണെങ്കിലും മോശം കാര്യമാണ് നടക്കുക. അല്ല, നല്ല കാര്യമാണ് ചിന്തിച്ചതെങ്കിൽ നല്ല കാര്യമാണ് നടക്കുക. അതായത് നമ്മുടെ മനസ്സ് എന്തിലേക്കാണോ കൂടുതൽ ഫോക്കസ്ഡ് ആയി നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ആ വഴികൾ നമുക്ക് താനെ തുറന്നു കിട്ടും. അത് വെറുതെ ഇരുന്നാലല്ല കേട്ടോ കിട്ടുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമ്മളൊന്ന് നടന്നു നോക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ വിജയം ഉണ്ടാവും. ഒരു വ്യക്തിക്ക് സാധാരണയായി ഉണ്ടാകുന്ന ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇതുപോലൊരു 7 ദിവസം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് 7 ദിവസം നമ്മൾ ഇതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 7 ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതൊരിക്കലും ഒരു ലോങ് ടൈം ആയിട്ട് നേടിയെടുക്കേണ്ട ഗോളിനെ കുറിച്ചിട്ടല്ല കേട്ടോ പറയുന്നത്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞ് ഒരു 7 ദിവസം കഴിയുമ്പോൾ ചിലരെങ്കിലും കംപ്ലയിൻറ്റ് പറയും, ഞാൻ 7 ദിവസം ഇതിനു വേണ്ടി പ്രയത്നിച്ചു, എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ലെന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന 7 ദിവസം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു 7 ദിവസമാണ്. നമ്മളെ സ്വയം തെറ്റിദ്ധരിച്ച ചില കാര്യങ്ങളൊക്കെ നമുക്ക് 7 ദിവസം കൊണ്ട് മനസ്സിലാവും. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മളതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അതിനോടൊരു പാഷൻ ഉണ്ടോ അതോ പുറമേ ഒരു ഇഷ്ടം മാത്രമാണോ ഉള്ളതെന്ന്. നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവും. അപ്പം ആദ്യം നമ്മുടെ മനസ്സിൽ എന്താണുള്ളതെന്ന് അറിയുക. അതിനുശേഷം അതിനുവേണ്ടി ഒരു 7 ദിവസം നന്നായിട്ട് പ്രയത്നിക്കുക. അപ്പം ഇന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗോള് സെറ്റ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ മാർക്കൊക്കെ ചെയ്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. ആരോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാതിരിക്കുക. നല്ല ആൾക്കാരോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട് അകലം പാലിക്കുക. അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.